ഞങ്ങളൊക്കെ ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നാണ്. അത് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായതാണ്. ഇയാൾ മണ്ഡലം ലീഗിൻ്റെ സെക്രട്ടറി. ആരെ ജയിക്കുന്നത്? സാധ്യത കൂടുതലും മാങ്കൂട്ടം. നല്ല പോരാട്ടാണോ? പോരാട്ടം BJP UDF തമ്മിലുള്ള പോരാട്ടമല്ലേ. CPM മൂന്നാം സ്ഥാനത്ത് വരുമല്ലോ. മാങ്കൂട്ടം ഷാഫി ഇമ്പാക്റ്റ് ആണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. UDF ശക്തി കേന്ദ്രമല്ലേ പാലക്കാട്. അല്ല, പക്ഷെ അപ്പോൾ UDF പൊട്ടിത്തെറി ഇതിനെ ബാധിക്കും. UDF അങ്ങനെ ഒരു പൊട്ടിത്തെറി ഇല്ലല്ലോ. പ്രശ്നം ഉണ്ടല്ലോ പാലക്കാട്. അത് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പത്രങ്ങൾ വന്ന ന്യൂസാണ്. സത്യത്തിൽ പാലക്കാട് കോൺഗ്രസിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ കോൺഗ്രസ്സിൽ പാലക്കാട് ഈ നിയോജക മണ്ഡലത്തിൽ നിർണായക ഘടകം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. അത് 1-2 പഞ്ചായത്തൊക്കെ ലീഗിന് ശക്തി കേന്ദ്രങ്ങളാണ്. അതിൻ്റെ ഇടയിൽ 2 അഭിപ്രായവും ഇല്ലല്ലോ. എക്കാലത്തും BJP UDF ജയിക്കാനുള്ള ഒരു സാധ്യത ലീഗിൻ്റെ ഒരു ഘടകം കൂടിയാണ്. അതിന് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പാലക്കാട് ജയിക്കും. നല്ല ഭൂരിപക്ഷം തന്നെ ജയിക്കും. പിരാരി പഞ്ചായത്ത് സൗത്ത് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളാണ്. കഴിഞ്ഞ 2 പീരീഡിൽ ആ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ശ്രീധരൻ സാറിനെ പരാജയപ്പെടുത്താനുണ്ടായ ഒരു ഘടകം. അപ്പോൾ അത് മുസ്ലിം ലീഗിന് നിർണായക ഘടകമാണ്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പറഞ്ഞാൽ ആത്മാർത്ഥമായി UDFൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ ഞങ്ങൾ പാണക്കാട് തങ്ങൾ എന്താ പറയുന്നത് അതിൻ്റെ ഒപ്പം അതിൽ എന്ത് നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചാലും തങ്ങളുടെ വാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അതേമാതിരി തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാം വോട്ടർമാരുടെ ഇടയിൽ ചർച്ച. അപ്പോൾ രാഹുൽ ഉറപ്പായി ജയിക്കും. അത് ഇതായിട്ട് പറയല്ല. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഇത് ആദ്യ മണ്ഡലം കൊടുമ്പും പറളി ഇതൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ സുന്ദരസ്വാമിൻ്റെ കാലഘട്ടത്തിൽ മത്സരം നടക്കുമ്പോഴും UDFൽ ലീഗ് നിർണായകമായിരുന്നു. ലീഗ് വിട്ടുനിന്ന 2 പീരീഡിലാണ് ഇവിടെ സ്വാമി പരാജയപ്പെട്ടത്. ഒരു പീരീഡ് സ്വാമി പരാജയപ്പെട്ടു, ഒരു പീരീഡ് ദിവാകരേട്ടൻ ജയിക്കുന്നതും ലീഗിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേര്. ഈ പ്രാവശ്യം ഒന്നും പ്രശ്നമില്ല, സുഖമായിട്ട് ജയിക്കും. ബാക്കി നിങ്ങൾ മീഡിയയിൽ കാണുന്നതല്ല ഇവിടെ ഉള്ളത്. മീഡിയക്കാരും കുറ്റപ്പെടുത്തല്ല, വാർത്ത കാണുന്നതല്ല പാലക്കാട് മണ്ഡലത്തിലുള്ളത്. പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയണപ്പോൾ ഈ പറഞ്ഞമാരൊക്കെ തന്നെ ഒന്ന് സന്ദീപ് വാര്യർ BJP എന്ന കോൺഗ്രസിലേക്ക് വന്നതാണ്. പാലക്കാട് മണ്ഡലത്തിൽ UDF ശക്തിപ്പെടുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ഭാഗം പറയണേ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞമാർ പാലക്കാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നിർണ്ണായകമാണ്. ഞങ്ങളൊക്കെ ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നാണ്. അത് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായതാണ്. ഇയാൾ മണ്ഡലം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. അയാൾ ഈ വാർഡിൻ്റെ പ്രസിഡൻ്റാണ്. കുഞ്ഞിപ്പോൾ അത് ലീഗിൻ്റെ രാഷ്ട്രീയം പറയില്ല. ഞങ്ങളുടെ കേന്ദ്രം ഈ പ്രദേശം മൊത്തം ലീഗിൻ്റെ പ്രവർത്തകരാണ്. പ്രധാനപ്പെട്ട ഒരു 9 വാർഡ് എക്കാലത്തും സാഫിക്കും UDFന് ലീഡ് കൊടുക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെയും കൂടി ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയൊന്നുമില്ല, വിജയിക്കും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. സാഫി 2016 ഭൂരിപക്ഷം നേടി ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അവിടേക്ക് എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സമയം ഞങ്ങളുടെ അതിന് പ്രവർത്തനം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് സമയമാണ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ ബാക്കിയുള്ള 4-5 ദിവസം കൂടി 4 ദിവസം കൂടി ഞങ്ങൾ സജീവമായിട്ട് UDFനെ വിജയിപ്പിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് അയക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്ക്. തുടർന്നും അടുത്ത 5 കൊല്ലം അയാൾ തന്നെ പാലക്കാട് ഉണ്ടാവും. സാഫി ഈ മണ്ഡലത്തിൽ എത്ര കാലത്തോളം നിന്ന് അതേമാതിരി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നിർത്തിയിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ പരിപാടി പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഒരു പരിപാടി ഇന്നലെ ഉണ്ടായിരുന്നു. തെരുവിൽ KM ഷാജി വന്ന് പ്രസംഗിച്ചത്. സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് വളരെ ജനസാന്നിധ്യം കുറവായിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ CPMന് ആളില്ലാത്ത കുറവില്ല. ആ പാർട്ടിൻ്റെ ഉള്ളിലത്തെ ചില പ്രശ്നങ്ങൾ അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ആ പരിപാടിക്ക് ഇഷ്ടമായ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ ഈ വാർഡിലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. 500 ആൾക്കാർ. ഇപ്പോൾ MA ആൾ പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് സജീവമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ സന്ദീപ് വാര്യർ വന്നത് കൂടി കൊണ്ട് ഒന്നും കൂടി ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദീപ് വാര്യൻ്റെ ഘടകങ്ങൾ പാലക്കാട് ഉണ്ടല്ലോ. കാരണം ഈ ഞങ്ങളുടെ തൊട്ടതറ സന്ദീപ് വാര്യരുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു പ്രദേശമാണ്. അദ്ദേഹമാണ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തുന്നപ്പോൾ ചാനലിൽ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ സ്വാധീനമുള്ളൊരു നേതാവാണെങ്കിൽ ആ ഗുണം ഇപ്പോൾ UDFന് അനുകൂലമായി മാറുമല്ലോ. അതൊക്കെ നല്ല ഫാക്റ്റാണല്ലോ. ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ മത്സരം ഒന്നും കൂടി കനക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് വരാതെ കൃഷ്ണകുമാറിനെ എല്ലാ ഇലക്ഷനിലും സ്ഥാനാർത്ഥിനെ ജനങ്ങൾ കണ്ടുമടുത്തുക. അത് അവരുടെ ഇടയിൽ തന്നെയുള്ള ചർച്ചയാണ്. BJPക്കാരുടെ ഇടയിൽ ഞങ്ങളോട് പറയുന്നത് വാർഡിലേക്കും നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ ഇയാളാണ്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഒരു മാറ്റം ഞങ്ങളും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സാധാരണ പ്രവർത്തകരുടെ ഇത് പറയാണ്, ശോഭാ സുരേന്ദ്രൻ വന്ന ഒരു ടഫ് മത്സരം വരുന്ന ഞങ്ങളും ഭയന്നിട്ടുണ്ടായിരുന്നു. അതില്ല, ഈസി വാക്ക് ഓവറായി എന്നാണ്. ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ട് എങ്ങനെയും കിട്ടില്ല. അതിനേക്കാളും വലിയ ഒരു ഇലക്ഷൻ ഇനി നേരിടാനും ഇല്ല.
ശ്രീധരൻ സാറിന് കിട്ടിയ 4300 ഇല്ല. ഇനി എന്ത് ഗ്രൂപ്പ് ഇവിടെ മറിഞ്ഞാലും 5000 വോട്ടിന് എന്തായാലും UDF ജയിക്കും. അന്നത്തെ ട്രെൻഡ്. പിന്നെ ഈ സഖാക്കൾ പറയുന്നത് വോട്ട് മറിച്ച് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറും ഇതാണ്. ഞങ്ങളുടെ ബൂത്തുകളത്തെ കണക്ക് വേണമെങ്കിൽ തരാം. അവർക്ക് എല്ലാ കാലത്തും ഞങ്ങൾക്ക് കിട്ടുന്നതും CPM കിട്ടുന്ന വോട്ട് ആ ഇലക്ഷനിലും തുല്യതയിൽ തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവർ പറയുന്ന വാക്ക് അങ്ങനെ. ഞങ്ങളുടെ മേഖല കേട്ടോ, മറ്റു കണ്ണാടി ആ ഭാഗത്തൊന്നും നമുക്കറിയില്ല. മാത്തൂര് ചിഹ്നം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് പാമ്പ് എരമുണങ്ങിയ മരുത്താണ് എന്നാണ് ഓരോ വീട്ടിലും പോയിട്ട് സ്ഥാനാർത്ഥി പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ പരിഹാസം തോന്നി. സ്ഥാനാർത്ഥി പറയുന്ന ഒരുപാട് ഇതുണ്ട്. പാമ്പ് എരമുണങ്ങിയ മാതിരിയാണ് എൻ്റെ ചിഹ്നം, അത് അമ്മയെ മറക്കണ്ട എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി പറയുന്നു. അപ്പോൾ നമ്മളെ അതിൽ ഒരു മറ്റുള്ള ഒരു സഖാക്കളുടെ ഇടയിൽ തന്നെ അത് ഒരു മറ്റെന്താ പറയുക, ഒരു മക്കാറ എന്ന് പറയില്ലേ, അതുപോലുള്ള അയക്കുന്നത്. CPM ചിഹ്നം കിട്ടാത്ത വലിയ നഷ്ടവും. പണ്ട് ഞങ്ങൾ വീരേന്ദ്രകുമാർ ഇവിടെ മത്സരിച്ചപ്പോൾ മോതിരം ചിഹ്നമല്ലേ ലാസ്റ്റ് ടൈം കിട്ടിയപ്പോൾ UDFകാരുടെ ഇടയിലുണ്ടായ വലിയൊരു ഇതുണ്ടായിരുന്നു, ചിഹ്നമില്ലാത്ത പ്രശ്നം. അത് ഇപ്പോൾ CPM നല്ല അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയുന്നില്ല. മാത്രമല്ലല്ലോ, നല്ലൊരു ചിഹ്നം അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഡോക്ടറിൻ്റെ ടെലസ്കോപ്പൊക്കെ ആണെങ്കിൽ അതൊരു ചിഹ്നമായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് എത്തിക്കാൻ എപ്പോഴും പ്രയാസപ്പെടുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും എത്തിയിട്ടില്ല. അതിനെ ചിഹ്നത്തിൻ്റെ പേര് പറയുന്നത് എന്നാലും പറയാം, എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്, സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പ്രവർത്തകർ ഈ നോട്ടീസ് വീടുകൾ കയറി കൊടുക്കുന്ന സമയത്ത് ഇതാണ് ചിഹ്നം എന്നാണ് പറയുന്നത്. പേര് പറയും, ഞാൻ സത്യസന്ധമായി പറയണം, ഇതാണ് ചിഹ്നം, പേര് പറയുന്നില്ല. പല വീടുകൾ കയറി ഇതാണ് നമ്മുടെ ചിഹ്നം, ഇതാണ് നമ്മുടെ ചിഹ്നം പറഞ്ഞു. ഇപ്പോൾ കൈചിഹ്നമാണ് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ഇതാണ് ചിഹ്നം എന്നാണ് പറയുന്നത്. എന്തെന്നാലും സരിനും LDFും മറ്റേ UDF അല്ല മത്സരം. പാലക്കാട് മണ്ഡലത്തിൽ BJP UDF ആണ് മത്സരം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ശ്രീധരൻ സാർ മേടിച്ച വോട്ടും അന്ന് സാഫി മേടിച്ച വോട്ടും ടാലി ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ മറ്റേ സാഫി മേടിച്ച വോട്ടും കൃഷ്ണകുമാർ മേടിച്ച ഇതൊക്കെ ടാലിയാണ് സമയത്ത് ഞങ്ങളും BJP ആണ് ഇവിടെ മത്സരം. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മറ്റേ പ്രശ്നങ്ങളും കൂടി ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി അത് ഗുണം ചെയ്യുന്നുള്ള ആത്മവിശ്വാസം തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. K. സുരേന്ദ്രനാണെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ വിഭാഗം അപ്പോഴും വിട്ടു നിൽക്കും എന്നതാണ് അവൻ്റെ ഇടയിലുണ്ടായിരുന്ന കാഴ്ചപ്പാട്. ശോഭാ സുരേന്ദ്രന് ഈ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്. ഈ പീരീഡും കഴിയുമായിരുന്നു. ഈ മറ്റേ അവരുടെ പാർട്ടി ഗ്രാമമാണ് ഈ മൂത്താന്തറ എന്നൊക്കെ പറയുന്നത്, വടക്കന്തറ മൂത്താന്തറ പറയും. അവിടെ കൂടുതലും ആൾക്കാരും ഈ കൃഷ്ണകുമാറിനെതിരാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്നത് അതാണ്. കൃഷ്ണകുമാറായ കാരണം ഞങ്ങൾക്ക് ഇപ്രാവശ്യം താല്പര്യമില്ല എന്നുള്ളത് തന്നെ പറയും. അതുമാത്രമല്ല, UDFൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഷാഫി ചെയ്ത ഒരുപാട് ഗുണങ്ങൾ. ആ പച്ചക്കറി മാർക്കറ്റിന് മറ്റേ ഷീറ്റ് ഇട്ട് കൊടുത്തതും BJP കൗൺസിലർമാരുണ്ടായിട്ട് പോലും ചെയ്യാത്ത ഷാഫി ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു ഇതും കാരണമാണ്. മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം എടുക്കുക. അപ്പോൾ ഇവരൊക്കെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മെഡിക്കൽ കോളേജിന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് തടഞ്ഞു നിർത്തിയത്. അദ്ദേഹം കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ തറക്കല്ലിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് പോയി പറഞ്ഞു. ഇവർ വന്നിട്ട് ഇപ്പോൾ 8 കൊല്ലങ്ങളായി. അതിന് നല്ലൊരു നിലക്ക് ആസ്പത്രി, ഇപ്പോൾ സാധാരണക്കാരൻ്റെ ജില്ലയാണ് പാലക്കാട്, അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? കാലാകാലങ്ങൾ VS അച്യുതാനന്ദ മുഖ്യമന്ത്രിയായി പോയ സ്ഥലമാണ് പാലക്കാട്, ഇല്ലേ? നിങ്ങൾക്ക് ദിവാകരൻ ഉണ്ടായിരുന്നു, MLA ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാജേഷ് 2-3 തവണ MP ആയിട്ട് പോയി. ഇവരൊന്നും ചെയ്യാത്ത സംഗതിയാണ് സാഫി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാവട്ടും വന്നിട്ടില്ല. അദ്ദേഹം അതുമാതിരി ചെയ്യുന്നുള്ള വിശ്വാസം എല്ലാ UDFൻ്റെ പ്രവർത്തകർക്കും ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കുണ്ട്. അതിലൊന്നും തടസ്സമില്ല. അത് ഉണ്ടാക്കിയെടുക്കണം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക. പിന്നെ ഈ പെൻഷൻ കൊടുക്കുന്ന സംഭവം സാധാരണക്കാരാണ്. ഈ പെൻഷൻ കൊടുക്കുന്ന 6 മാസം 7 മാസമൊക്കെ ഓരോ വീട്ടിലെത്തിയില്ല പറഞ്ഞാൽ ഞങ്ങളുടെ മാതിരി ഈ ജനപ്രതിനിധികളെ അറിയുന്ന കാര്യമാണ്. ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുള്ളൂ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതിൽ ഡിജിറ്റൽ സംവിധാനം വന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് റേഷൻ കൃത്യമായി കിട്ടാത്ത അമ്മമാരുടെ വല്ലതും പണ്ട് കാര്യമുണ്ടോ? ഡിജിറ്റൽ പറയണ്ടെന്നല്ല. അതൊക്കെ കൊച്ചി മെട്രോ നഗറിൽ പോയിട്ടൊക്കെ പറയുമ്പോൾ അവർ കേൾക്കാനും രസമുണ്ട്. സാധാരണക്കാരൻ നമ്മുടെ ജില്ല പാലക്കാട്ടുകാരുടെ ജില്ല സാധാരണക്കാരൻ്റെ ജില്ലയാണ്, കർഷകൻ്റെ ജില്ലയാണ്. കർഷകൻ്റെ അവസ്ഥ എന്താണ് ഇന്ന് പാലക്കാട്? ഇതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു. ഇതൊക്കെ പോയിട്ട് ഇപ്പം എന്താ ഉള്ളത് ഇവിടെ? തൊഴിലില്ല. പിന്നെ ഈ പെൻഷൻ, ഈ സെസ്, പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയിട്ട് എന്ത് ലാഭമാണ്? ജനങ്ങളുടെ പോക്കറ്റിൽ പൈസ ഗവൺമെൻറ്റിലേക്ക് പോകുകയില്ലാണ്ട് എന്തെങ്കിലും ഒന്ന് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ വയനാട് ദുരന്തമുണ്ട്. ഇവർ കേന്ദ്രത്തിന് പഴിച്ചാലും കേന്ദ്രം കൊടുത്ത എസ്റ്റിമേറ്റ് ശരിയല്ല എന്ന് പറയും. ഇത് 75,000 ഉറുപ്പ്യ ഒരു ബോഡി
മറവ് ചെയ്യാൻ അതിനെ സംസ്കരിക്കാൻ എന്ന് പറയുമ്പോൾ സാധാരണ കേരളത്തിൽ ജനങ്ങൾ മോശക്കാർ നല്ല ഉത്ഭുതരായ ആൾക്കാരാണ്. അവർക്കറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ നിങ്ങളും ഞങ്ങളൊന്നും വിശ്വസിക്കില്ല. പറയുമ്പോൾ അവർ എന്തിനാണെന്ന് അറിയാം, പിൽക്കാലത്ത് എന്തെങ്കിലും കിട്ടണം എസ്റ്റിമേറ്റ് ഇപ്പോൾ കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ നടക്കുന്നൊരു കാര്യമല്ല, എങ്കിലും കൊടുത്തെന്ന് പറയും. അപ്പോൾ ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ അതായിരുന്നു. ഇന്നലെ മനോരമ മാധ്യമം മീഡിയ വൺ ആയിക്കോട്ടെ, ഈ ഏഷ്യനെറ്റ് ആയിക്കോട്ടെ, ന്യൂസ് ചാനലിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രൂപത്തിലാണ് ജനങ്ങളെ ഒരു കൗണ്ടർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തെന്നാലും നമുക്ക് 23-ാം തീയതി യോഗ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം.